രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ രണ്ടാമത്തെ പീഡന കേസിൽ മൊഴി രേഖപ്പെടുത്താൻ അന്വേഷണ സംഘം ബാംഗ്ലൂരിലേക്ക്. അതിജീവിതയുടെ മൊഴിയെടുത്ത ശേഷം മാത്രമാകും തുടർ നടപടികൾ ഉണ്ടാകുക. രാഹുൽ മാങ്കൂട്ടത്തിനെ ഉടൻ പിടികൂടേണ്ട എന്ന നിലപാടിലാണ് SIT എന്നാണ് പറയുന്നത്. മനീഷ് മഹിപാൽ തിരുവനന്തപുരത്ത് നിന്ന് അപ്ഡേറ്റ് ചെയ്യും. പറയൂ മനീഷ്. SKN രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ ബലാത്സംഗ കേസ് രണ്ടാമത്തെ കേസ് അന്വേഷിക്കുന്നത് AIG G പൂങ്കുഴലിയാണ്. ഈ കേസിൽ ക്രൈംബ്രാഞ്ചിന്റെ രണ്ടാമത്തെ സംഘം ഇപ്പോൾ ബാംഗ്ലൂരിൽ എത്തിച്ചേർന്നു എന്ന വിവരമാണ് ലഭ്യമായിട്ടുള്ളത്. ധൃതി പിടിച്ച് രാഹുൽ മാങ്കൂട്ടത്തിനെ ഇപ്പോൾ പിടികൂടേണ്ട എന്ന നിലപാടിലേക്ക് SIT എത്തിയിട്ടുണ്ട്. പ്രത്യേകിച്ചും നാളെ രാഹുൽ മാങ്കൂട്ടത്തിലെ രണ്ടാമത്തെ കേസിൽ മുൻകൂർ ജാമ്യാപേക്ഷ തിരുവനന്തപുരം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി പരിഗണിക്കാനിരിക്കുകയാണ്. പക്ഷേ നാളെ ഇതിന്റെ വാദം തുടങ്ങുന്നതിന് മുൻപേ പോലീസ് റിപ്പോർട്ട് കോടതിയിൽ ഹാജരാക്കാൻ നേരത്തെ തന്നെ കോടതി പ്രോസിക്യൂഷനോട് ആവശ്യപ്പെട്ടിരുന്നു. അങ്ങനെ പോലീസ് റിപ്പോർട്ട് നൽകുന്നതിന് മുൻപ് തന്നെ ഈ കേസിലെ ഇരയായ ഈ അതിജീവിതയായ അതായത് ഈ രാഹുൽ മാങ്കൂട്ടം വിവാഹ വാഗ്ദാനം നൽകി ഹോം സ്റ്റേയിൽ എത്തിച്ച് പീഡിപ്പിച്ചു എന്ന പരാതി നൽകിയ പെൺകുട്ടിയുടെ മൊഴി ഇന്ന് തന്നെ രേഖപ്പെടുത്തി നാളെ പ്രോസിക്യൂഷൻ പോലീസ് റിപ്പോർട്ടായി കോടതിയിൽ സമർപ്പിക്കാനാണ് നീക്കം. അങ്ങനെ ഒരു റിപ്പോർട്ട് കൊടുത്താൽ മാത്രമേ ആ കേസിന് ബലമുണ്ടാവുകയുള്ളൂ, കോടതിയിൽ കൂടുതൽ നിലനിൽക്കുകയുള്ളൂ. കാരണം ഈ കേസിനെ സംബന്ധിച്ച് 2023 നടന്ന സംഭവമായതുകൊണ്ട് തന്നെ ഏറെക്കുറെ തെളിവുകളുടെ അഭാവം ഈ കേസിനുണ്ടാവും. അതുകൊണ്ട് തന്നെ അതിജീവിതയുടെ മൊഴിയാണ് ഈ കേസിൽ ഏറ്റവും നിർണായകമായ ഒരു തെളിവായി കോടതിയിൽ പ്രോസിക്യൂഷന് ഹാജരാക്കാൻ സാധിക്കും. അങ്ങനെ നീക്കത്തിന്റെ ഭാഗമായിട്ടാണ് രണ്ടാമത്തെ സംഘം ഇപ്പോൾ ബാംഗ്ലൂരിലെത്തി മൊഴി ഇന്ന് രേഖപ്പെടുത്തുക. പക്ഷേ ഒന്നാമത്തെ സംഘം നിലവിൽ ബാംഗ്ലൂരിൽ തന്നെ ഉണ്ട്. കഴിഞ്ഞ ദിവസം രാഹുൽ മാങ്കൂട്ടത്തിന്റെ അവിടെ എത്തിച്ച ഡ്രൈവറെയും കൂട്ടാളിയെ പിടികൂടുകളിൽ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ നിലവിൽ SITയുടെ വലയത്തിൽ തന്നെയാണ്. രാഹുൽ മാങ്കൂട്ടം നിലവിലെ അന്വേഷണ സംഘത്തിന്റെ നിരീക്ഷണത്തിൽ തന്നെയാണ്. പക്ഷേ ഇപ്പോൾ പിടികൂടേണ്ട, നേരത്തെ കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി അടക്കം പറഞ്ഞിരുന്നു കോടതി മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കുന്ന ഘട്ടത്തിൽ ഒരു പ്രതിയെ പിടികൂടുക ഇല്ല എന്നത് സ്വാഭാവികമായ രീതിയാണെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. ഈ ഒരു പശ്ചാത്തലത്തിൽ തന്നെയാണ് SITയുടെ നീക്കം. ആ രീതിയിൽ തന്നെ രാഹുൽ മാങ്കൂട്ടത്തെ വലയത്തിലായിട്ടും പിടികൂടേണ്ടതില്ല എന്ന നിലപാടിലേക്ക് സ്വീകരിച്ചിട്ടുള്ളത്. ഒരുപക്ഷെ നാളത്തെ മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിച്ച ശേഷമായിരിക്കും പോലീസ് അത്ര നീക്കത്തിലേക്ക് കടക്കുക. ഒപ്പം തന്നെ രാഹുൽ മാങ്കൂട്ടത്തിനെ സഹായിച്ച ആളുകളും നിലവിൽ SITയുടെ നിരീക്ഷണത്തിലാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.